ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ എന്ത് പരിഹരിക്കണം? മലയാള സിനിമയിൽ പുതിയ കുട്ടികൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആർക്കും അറിയാതിരിക്കെ WCCD വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രമുഖ നായിക തന്നെ ആണ് കാരവാനിലേക്ക് ഒരു പെൺകുട്ടി ടോയ്ലറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ സമ്മതിക്കാത്തത്. വാതിൽ മുട്ടുക എന്ന് പറയുന്നത് രാത്രി വന്ന വാതിൽ മുട്ടിയെന്ന് വല്ല വിക്സങ്ങാനും ചോദിക്കാനായിരിക്കും. കമ്മിറ്റി വന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം. അതിലെ ഫൈൻഡിങ്സും സാധനങ്ങളും തെളിവുകളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇപ്പൊ ഇട സമയത്ത് പറഞ്ഞു എന്നെ കൊണ്ട് കുടുക്കിക്കളരുത്. ഞാൻ WCC വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നലകളിൽ അവർക്കുണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ അവർ വിളിച്ചു പറഞ്ഞ് അവർ പരാതി കൊടുത്ത് 55-56 പേരടങ്ങുന്ന ഈ ഗ്രൂപ്പ് അംഗങ്ങൾ മാത്രം കൊടുത്തേക്കുന്ന പരാതിയാണോ ബിഗ് ബോസിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നുള്ള മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്റെ നെഞ്ചത്ത് കയറി. ഞാൻ ആ കൊടുത്ത ധൈര്യത്തിന്റെ പുറത്ത് 3 പെൺകുട്ടികൾ അന്ന് ആ സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരും എനിക്കെതിരെ അതിശക്തമായ രീതിയിൽ പലയിടത്തും ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇവരൊക്കെ ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ പ്രശ്നം. കേരള ക്രിക്കറ്റ് ലീഗ് എത്തുകയാണ്. അതേപറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അഖിൽ മാരാരും സുഭാഷുമാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. സുഭാഷ് ടീമിന്റെ ബ്ലൂ ടൈഗേഴ്സിന്റെ ഓണറാണ്. ഓ അഖിലേ, ശരിക്കും നമ്മുടെ പ്രാദേശികമായ ക്രിക്കറ്റിലേക്ക് ഒരു ഇന്റർനാഷണൽ ലെവൽ മത്സരം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് മാറാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ പഴയ ക്രിക്കറ്റ് കളി അല്ല ഇനി കാണാൻ പോകുന്നത്. പറയൂ, വിശദമായി പറയൂ. കണ്ടം കളി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നവും ആഗ്രഹവും ഇന്റർനാഷണൽ മത്സരങ്ങളൊന്നും നേരിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ ടീമിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ കഴിയാന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നത്തിലും അപ്പുറമായിരുന്നു. കാര്യം ഇവിടുത്തെ പഴയ അനന്തപത്മനാഭൻ എന്നൊക്കെ പറയുന്ന ഒരു പ്ലെയറൊക്കെ അന്ന് അനിൽകുംബ്ലയോടൊപ്പം പ്രതിഭ കൊണ്ട് താരതമ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതുകൊണ്ട് ഇതൊന്നും സ്വപ്നം കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെയൊക്കെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഒരു കാലഘട്ടത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് മക്കളിലൂടെയാണെന്ന് പറയും. അപ്പം നമ്മൾ കുറച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ സുഭാഷ് ഏട്ടനും ഞാനും നമ്മളെല്ലാവരും ക്രിക്കറ്റിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ്, പണ്ട് ഒരുപാട് കളിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം തുടക്കത്തിൽ വരുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ധോണിയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കുറേ പ്രോഡക്റ്റുകൾ ധോണിയുമായി ബേസ് ചെയ്ത് വരുന്ന സമയത്ത് ഞങ്ങൾ മുംബൈയിലുള്ള സമയത്താണ് ഈ ഒരു ഡിസ്കഷൻ ഇങ്ങനെ വരുന്നത്, ക്രിക്കറ്റ് ലീഗിനെ കുറിച്ച് ബേസിൽ തുമ്പി പറയുന്നത്. സുഭാഷ് ചേട്ടനെ സംബന്ധിച്ച് ഇത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഇവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ നമ്മൾ ധൈര്യം കൊടുക്കുന്നു, ധൈര്യമായിട്ട് നമ്മളൊക്കെ എൻ്റെ പിന്നിലുണ്ടല്ലോ. കാര്യം നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത് വരണം, ഇവര് വരണം. ഇപ്പൊ സുഭാഷ് ചേട്ടൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് വലിയ ഇവിടുത്തെ മുതലാളിമാർ തയ്യാറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം നമുക്ക് ഇതിന്റെ ഭാഗമായി തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ സംസാരിച്ചു. അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പൈസയൊന്നും ഇങ്ങനെയുള്ള കാര്യത്തിൽ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കിയിട്ടല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സുഭാഷാണ്. അപ്പൊ പുള്ളി വലിയ രീതിയിൽ സന്തോഷം, നമുക്ക് ചെയ്യാം, നോക്കിക്കോണം, നിങ്ങളെല്ലാം നോക്കിക്കോണം എന്ന് പറഞ്ഞ് എന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇട സമയത്ത് തോന്നി അവസാനം എന്നെ കൊണ്ട് കുടുക്കിക്കളരുത്. ഞാൻ കാര്യം പുള്ളി ഇവിടെ വരുന്നത് 3 ദിവസം മുമ്പാ. കാരണം ഇത് 10-ാം തീയതി ഓപ്ഷൻ നടക്കുന്ന സമയത്തും ചുവണ്ടത്തെ ഓപ്ഷൻ നടക്കുമ്പോഴും പുള്ളിയില്ല. അപ്പൊ നോക്കി അവളെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. ഞാനതിനെ പിടിച്ചിട്ട് ചോദിക്കും, മനുഷ്യ നിങ്ങൾ ഇത്രയും കോടിക്കണക്കിന് രൂപയെ കൊണ്ട് മുടക്കിയിട്ട് ആ UK കിടന്ന് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ്. അല്ല UK വല്ലപ്പോഴും ഉള്ളത്. 3 മാസമുണ്ട്, 15 കളി കിട്ടുള്ളൂ. ഞാൻ ഇവിടെ വന്ന് സ്റ്റാർ സ്പോർട്സിൽ ഇരുന്നിട്ട് എനിക്ക് വേണ്ടത് കൊച്ചിയിലെ മുതലാളി ഇത് നമ്മളിതിലേക്ക് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഇതിനോടൊപ്പം നമ്മൾ സംസാരിക്കേണ്ടതായിരുന്നു താര ക്രിക്കറ്റ്. പക്ഷെ ഇപ്പം അതിനേക്കാളും പ്രസക്തമായിട്ടുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അഖിലിനെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതായത് അഖില് പല കാര്യത്തിലും നിലപാട് പറയുമ്പോൾ അതൊക്കെ പലതരത്തില് ആൾക്കാരെ വേദനിപ്പിക്കുകയോ ഇല്ലെങ്കിൽ സന്തോഷിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഹേമ കമ്മിറ്റി ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സ്പേസിലാണുള്ളത്. പലതരത്തിലും ഇതിന്റെ ഗൗരവം നഷ്ടപ്പെടുന്നുണ്ട്. പാർവതി തിരുവോത്ത് പറഞ്ഞത് ഇതില് ആൾക്കാരുടെ പേരോ മുഖമോ ഒന്നും നിങ്ങൾ തിരയേണ്ട, ഈ സബ്ജക്ട് എന്താണെന്ന് പഠിച്ചിട്ട് ഇത്തരം ഒരു പ്രശ്നമുണ്ട്, ഇതിനെ അഡ്രസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഇതിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അഖിലിന്റെ അഭിപ്രായം പറയും. അല്ല, ഈ പാർവതി പറഞ്ഞൊരു ആ ഒരു പോയിന്റ് വെച്ച് അത് ഞാൻ ശരിവെക്കാം. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പലപ്പോഴും ശബ്ദം ഉയർത്തിയെങ്കിൽ മാത്രമേ ഒരാൾ കേൾക്കൂ, അല്ലെ? നമ്മൾ കരഞ്ഞെങ്കിലേ ഒരാൾ കേൾക്കൂ. എന്തിനാ കരയുന്നതൊരു ചോദ്യം വരുന്നുള്ളൂ. ഇത് മുൻപ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഞാൻ റൈസ് ചെയ്ത സമയത്തും അന്ന് പലരും ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന ഒരു വിഷയം ഞാൻ റൈസ് ചെയ്യാണ് ചെയ്തത്. അവിടെ ഞാനൊരു ജുഡീഷ്യൽ അതോറിറ്റി ഒന്നുമല്ല. എനിക്ക് നിയമപരമായിട്ടുള്ള എൻ്റെ അടുത്ത് ഒരാൾ പരാതി പറഞ്ഞാൽ പരാതി പറയുന്ന ആളെ പിടിച്ച് അകത്തിടാനുള്ള ഒരു സാധ്യതകൾ എനിക്കില്ല. അപ്പൊ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു മീഡിയത്തിലൂടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പുറത്തേക്ക് അഡ്രസ്സ് ചെയ്യാനും അതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ധൈര്യം കൊടുക്കാനും പറ്റും. ഞാൻ ആ കൊടുത്ത ധൈര്യത്തിന്റെ പുറത്ത് 3 പെൺകുട്ടികൾ അന്ന് ആ സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞു. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആ ബിഗ് ബോസിൽ അതിന് മുമ്പുണ്ടായിരുന്നുള്ള മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ നെഞ്ചത്ത് കയറി. കാരണം ഞാൻ പേര് പറഞ്ഞില്ല. പേര് പറഞ്ഞു, ഇത് ഇങ്ങനെ പേര് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവരെല്ലാവരും എനിക്കെതിരെ തിരിച്ചപ്പം ഇവർ അപമാനിക്കപ്പെട്ടു എന്ന് അവർ പറഞ്ഞു. എൻ്റെ ഒരു പ്രസ്താവന കൊണ്ട് ഇന്നലകളിൽ ബിഗ് ബോസിൽ പോയിട്ടുള്ള പല പെൺകുട്ടികളും
അവർക്ക് വേദന ഉണ്ടായി, വിഷമം ഉണ്ടായി. എന്നിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോയിലും പിന്നീട് കൊടുത്ത ഇന്റർവ്യൂസിലും വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരെല്ലാവരും എനിക്കെതിരെ അതിശക്തമായ രീതിയിൽ പലയിടത്തും ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതായത് ശബ്ദം വോയിസ് റൈസ് ചെയ്യാം, ആരുടെ മുമ്പിൽ റൈസ് ചെയ്യാം, ഒരു ജുഡീഷ്യൽ അതോറിറ്റിയുടേതാണ് ഇവർ റൈസ് ചെയ്തത്. ആ ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ ആരുടെയും പേരില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മലയാള സിനിമയിലുള്ള എല്ലാ നടന്മാരെയും ആക്ഷേപിക്കുന്നതിന് തുല്യമായി, എല്ലാ നടിമാരെയും ആക്ഷേപിക്കുന്നതിന് തുല്യമായി, നടിമാരെ മാത്രമല്ല നടിമാരുടെ അമ്മമാരെ ഉൾപ്പെടെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ട് റിപ്പോർട്ട് മാറി. അപ്പൊ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. കാര്യം എന്തുകൊണ്ട് ഇത് നമ്മൾ ഇന്നലകളിൽ നമ്മുടെ ചായക്കട ചർച്ചകളിലൊക്കെ ഇരുന്നിട്ട് സിനിമ അങ്ങനെയാണ്, സിനിമയിൽ പോകുന്നവർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പറയുന്നത് കണക്കൊരു റിപ്പോർട്ടാണോ ഒരു ഗവൺമെന്റ്? അതായത് ഒരു വലിയൊരു ഇൻഡസ്ട്രി, മലയാള സിനിമ എന്ന് പറയുന്ന ലോകത്തിന്റെ മുമ്പിൽ അഭിമാനമുള്ള ഒരുപാട് മനുഷ്യരും നിലനിൽക്കുന്ന കേരളത്തിന് അഭിമാനകരമായ താരങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഭാഗമായിട്ട് ഒരു റിപ്പോർട്ട് വരുമ്പോൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ എന്ത് പരിഹരിക്കണം, എവിടെ പരിഹരിക്കണം, ഏത് കാലഘട്ടത്തിൽ പരിഹരിക്കണം? ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാർ ഇപ്പോൾ 90 കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്തേക്കുന്ന ഒരു വ്യക്തി പക്ഷേ ഒരു 70 വയസ്സുള്ള ഒരു സ്ത്രീയാണെന്ന് വെച്ചു. അവർ സിനിമയിൽ വന്ന കാലത്തെ പരാതിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു ആ പ്രശ്നം. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ 2017 റിപ്പോർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 6-7 വർഷത്തിനിടയിൽ മലയാള സിനിമ മാറിയതോ മലയാള സിനിമയിൽ പുതിയ കുട്ടികൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നതോ എന്നതിനെ കുറിച്ച് ആർക്കും അറിയാതിരിക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണോ ഇത് ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന കാലഘട്ടം നമുക്കറിയണം. ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇതിപ്പോ ഹേമ കമ്മിറ്റിക്ക് ഇതൊക്കെ അറിയാം. ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൽ അഖിൽ അത് അതിനകത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ഹേമ കമ്മിറ്റി ഇതെല്ലാം സമ്പൂർണ്ണമായിട്ടാണ് വിവരം കൊടുത്തിട്ടുള്ളത്. ഈ വിവരങ്ങളിൽ ആരുടെയൊക്കെ പേരാണുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹേമ കമ്മിറ്റി പൂർണ്ണമായിട്ടും അതിന്റെ നിങ്ങൾ ഈ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓതന്റിക് ആയിട്ട് പറഞ്ഞു. അത് WCC അന്ന് പറഞ്ഞിരുന്നപ്പോൾ ട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ ട്രോള് ഇപ്പോ ആവശ്യമില്ല. കാരണം ആധികാരികമായത് പറയുന്ന രീതിയിൽ ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി വന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്മിറ്റി വന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം. അതിലെ ഫൈൻഡിങ്സും സാധനങ്ങളും തെളിവുകളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കിട്ടിയിട്ടുള്ളത് ഇതെന്താണ് സിനിമാ മേഖലയിൽ സംഭവിക്കുന്നതെന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ മെറിറ്റിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നു, അല്ലെങ്കിൽ WCC പറഞ്ഞ ആരോപണങ്ങളോ ഇല്ലെങ്കിൽ അതിൽ പരാതി കൊടുത്ത കാര്യങ്ങളോ ഒക്കെ ഇവിടെ നടന്നു, അത് വിസിബിൾ ആണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി പറയുന്നത്. പക്ഷെ ആരും നിയമപരമായി മുന്നോട്ട് പോയില്ല. അപ്പൊ നമ്മൾ ആ ഗൗരവത്തിലല്ലേ അതിനെ കാണേണ്ടത്? അല്ല, അതാ ഞാൻ പറയുന്നത്. നമുക്ക് ഇന്നലകളിൽ നടന്നിട്ടുണ്ടോ ഇന്ന് നടക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിൽ നടന്ന പരാതിയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇതിപ്പം എനിക്ക് തോന്നുന്നു 1000-ലധികം 10,000-ഓളം ആൾക്കാർ സിനിമയിൽ പല രീതിയിൽ പല ടെക്നീഷ്യന്മാർ, ജൂനിയർ ആർട്ടിസ്റ്റ് പലരും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1000 പെൺകുട്ടികളെ തന്നെ നമ്മളൊരു റാൻഡം എണ്ണം എടുത്താൽ ഇന്ന് വർക്ക് ചെയ്യുന്ന 1000 പേരിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലല്ലേ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ പ്രശ്നങ്ങളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പ്രശ്നങ്ങൾ നിയമപരമായിട്ടൊരു കമ്മിറ്റിയുടെ മുമ്പിൽ പറയുന്നു, പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമേ കമ്മിറ്റി പറഞ്ഞത്. ഇതിനെതിരെ ഒരു നിയമ നടപടി എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് തടയപ്പെടേണ്ടതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, കമ്മിറ്റിയുടെ ഭാഗത്ത് സർക്കാരാണ് സർക്കാർ പൂഴ്ത്തിവെച്ചില്ല. അല്ല, സർക്കാർ പൂഴ്ത്തിവെച്ചാലും ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്, അത് വരും. പക്ഷെ ഇപ്പൊ 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നു എന്നൊരു കമ്മിറ്റി ഒന്ന് പറയുകയാണ്. അപ്പൊ ആ കമ്മിറ്റി അങ്ങനെ വെറുതെ പറയില്ല. ജസ്റ്റിസ് ഹേമയെ കുറിച്ചുള്ള നമ്മുടെ ഒരു പൊതുബോധമുണ്ട്. അതിനകത്ത് ആരും ഹേമ കമ്മിറ്റിയെ മോശം പറഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് അംഗീകാരമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അടുത്ത സ്റ്റെപ്പാണ്. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നത്, WCC ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ട്രോൾ ചെയ്യേണ്ടതല്ല, ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതെന്ന് വന്നിട്ടില്ലേ? അല്ല, അത് 100% ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ പറയില്ല, നമ്മളൊരു നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താ വേണ്ടത്? പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കണം. പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇന്നലകളിൽ നടന്ന പ്രശ്നങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ഇപ്പം ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അവസരമില്ല, പക്ഷേ ഞാൻ പോയി വർക്ക് ചെയ്യുന്നൊരു സിനിമ വരും. അവിടെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ അതിപ്പോൾ ഉണ്ടോ ഇല്ലാത്തൊരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതൊന്ന്. പിന്നെ 2, ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പവർ ഗ്രൂപ്പ്? പവർ ഉള്ളവരായിരിക്കും പവർ ഗ്രൂപ്പ്. അങ്ങനെ നോക്കിയാൽ മലയാള സിനിമയിൽ ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പ് ആരൊക്കെ ആയിരിക്കും? ഒരു പക്ഷേ നസ്ലിനും ബേസിലും തൊട്ട് തുടങ്ങുന്ന ഒരു പുതുതലമുറയുടെ അംഗങ്ങളായിരിക്കും ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പ്. കാരണം അവരുടെ കയ്യിലാണ് പവർ, അവരിലൂടെയാണ് സാറ്റലൈറ്റ് കച്ചവടം നടക്കുന്നത്, അവർക്കാണ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണല്ലോ. അതായത് എൻ്റെ സിനിമ എനിക്ക് കച്ചവടം നടക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാനൊരു സംവിധാനം എൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പം എനിക്ക് താല്പര്യമില്ല, നിങ്ങളുടെ കഥ ഞാൻ കേൾക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ എനിക്ക് പവർ വേണം. ഈ പഴയ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാർ ഇന്നുള്ള പവർ ഗ്രൂപ്പ് ആണോ?
ഇത് ഞാൻ പറഞ്ഞില്ല, ഈ നമ്മുടെ മുന്നിൽ എത്തിയത് 2024 ഈ റിപ്പോർട്ട് എത്തുന്നത്. 2024 നമ്മുടെ മുന്നിൽ റിപ്പോർട്ട് എത്തുമ്പോൾ 2024 ഈ പഴയ പവർ ഗ്രൂപ്പുകളുണ്ട്, ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അമ്മൂമ്മ കഥകൾ, മുത്തശ്ശി കഥകൾ പറഞ്ഞാൽ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു കളയാം. അത് മാറി. അവരാർക്ക് പവറുണ്ട്. ഇപ്പൊ ആരോപണം ഉന്നയിക്കപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ ചില പേരുകൾ, മാമുക്കോയ അദ്ദേഹത്തിന്റെ പേര് വരെ ഒരാൾ പറയുന്നത് കേട്ടു. മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് ഇത് പറഞ്ഞതുകൊണ്ട് എന്ത് പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്ഷേപിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ അതല്ല. ഇപ്പം രഞ്ജിത്ത് സാറിനെതിരെ ആരോപണം വന്നു, മാമുക്കോയ എന്ന് പറയുന്ന മരിച്ചുപോയ മനുഷ്യനെതിരെ ആരോപണം വന്നു. രഞ്ജിത്ത് സാർ ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരു സിനിമയും ചെയ്യുന്നില്ല. നമ്മൾ പറയുകയാണ് നിങ്ങളുടെ സിനിമയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആകരുത് എന്ന് പറയണമെങ്കിൽ ഇന്ന് പവറായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ WCC വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നലകളിൽ അവർക്കുണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ അവർ വിളിച്ചു പറഞ്ഞ് അവർ പരാതി കൊടുത്തു. 55-56 പേരടങ്ങുന്ന ഈ ഗ്രൂപ്പ് അംഗങ്ങൾ മാത്രം കൊടുത്തേക്കുന്ന പരാതിയാണോ സിനിമയിലെ മറ്റുള്ളവർ കൊടുത്തിട്ടുണ്ടോ? സിനിമയിൽ നിന്ന് സ്വാഭാവികമായ പുറത്താകലിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഇവർ സിനിമയിൽ സ്വാഭാവികമായും അവസരങ്ങൾ കുറഞ്ഞു എന്ന് കണ്ട ഘട്ടത്തിൽ ഇവർക്കെതിരെ പഴയ വിരോധം തീർക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ അവസരങ്ങളുള്ള കാലഘട്ടത്തിൽ പരമാവധി ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും പിന്നീട് അവസരങ്ങൾ നിഷേധിച്ച സമയത്ത് ഇവർക്കെതിരെ പറഞ്ഞ ആണോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന 90% വരുന്ന പെൺകുട്ടികൾക്കുള്ള പ്രശ്നങ്ങളാണോ അതോ ഇവരുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ള പ്രശ്നങ്ങളാണോ നമുക്കറിയണം. ഇപ്പം പാർവതി തന്നെ പറഞ്ഞ വിഷയം, പാർവതി 2016-17 ഇപ്പം പാർവതിയുടെ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ദിലീപ് ഏട്ടന്റെ പ്രശ്നം വന്നതിന് ശേഷമാണ് അവസരങ്ങൾ കുറഞ്ഞതെന്ന് പറയുന്നു. ചുമ്മാതെ രജനീഷ് ഒന്ന് ബാക്കിലോട്ട് ഇവർ വർക്ക് ചെയ്ത പടങ്ങളുടെ എണ്ണം എടുത്തു. 2016 ഇവർ എത്ര പടം വർക്ക് ചെയ്തു, 2015 ഇവർ എത്ര പടം വർക്ക് ചെയ്തു. എനിക്കൊന്ന് 12-ലും 13-ലൊന്നും സിനിമയില്ല. അപ്പൊ എണ്ണം ഇതിനു മുൻപും കുറവ് തന്നെയാണ്. 17 ശേഷം വർക്ക് ചെയ്ത പടങ്ങൾ എടുത്തു നോക്കൂ. ഇനി പാർവതി എന്ന് പറയുന്ന നായിക മാറ്റി വയ്ക്കൂ. നടന്മാരെ നമുക്ക് എടുക്കാം. മലയാള സിനിമയിൽ എത്ര നടന്മാർ കഴിഞ്ഞ 10 വർഷത്തിലേക്ക് നായകന്മാർ വന്നിട്ടുണ്ടെന്ന് ഒരു എണ്ണം എടുത്തു നോക്കണം. ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർ എണ്ണം എടുത്തു നോക്കണം. ഈ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർക്ക് സിനിമയില്ല. ഇപ്പോഴും എന്നോട് സാമ്പത്തിക സഹായം ചോദിക്കുന്ന സിനിമയിൽ നല്ല ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരുണ്ട്. കാരണം ബുദ്ധിമുട്ടില്ല ഇവരൊക്കെ. കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് സിനിമ മാറി. റിയലിസ്റ്റിക് കഥാപാത്രങ്ങളെ തേടി ആൾക്കാർ പോയപ്പോൾ ഇന്നലകളിൽ കഥാപാത്രങ്ങളായിട്ട് അതായത് ക്യാരക്ടർ റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന പലർക്കും സിനിമ ഇല്ലാണ്ടായി. ഇത് ജനറലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഇത് അവരാ ജനറലൈസ് ചെയ്ത് വരുന്നത്. അവരുടെ പ്രശ്നങ്ങളെ സ്ത്രീ സമൂഹത്തിന്റെ മൊത്തം തലയിലേക്ക് കൊണ്ട് കിട്ടി. അല്ലല്ല, പർട്ടിക്കുലർ കേസുകൾ പറയാം. ഇപ്പോൾ കേസുകൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത്. ഇപ്പോൾ തിലക ചേട്ടൻ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം വിനയൻ സാർ ഇത് നമ്മുടെ കോമ്പറ്റീഷൻ കമ്മിറ്റിക്ക് പോയിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ കമ്മിറ്റിക്ക് പോയിട്ട് ഫൈൻ കൊടുത്തു, സംഘടനകൾക്ക് ഫൈൻ കൊടുത്തു. ഒരാളുടെ തൊഴിൽ ഇങ്ങനെ തടയാൻ പാടില്ല. അന്നാണ് നമ്മൾ കോമ്പറ്റീഷൻ കമ്മിറ്റി എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നതും ഇങ്ങനെ കമ്മിറ്റിക്ക് ഇത്തരം സാധനങ്ങളൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു, അവിടെ മുതൽ ഈ സാധനം ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യപ്പെട്ടു. പക്ഷെ അതിനുശേഷം നമ്മൾ ഇതിനകത്തുള്ള ഫോളോ അപ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരുപാട് വിഷയങ്ങൾ WCC പറയുന്നത്. അത് തൊഴിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ സെക്ഷുവൽ അബ്യൂസ് എന്ന് പറയുന്നത് അതിലൊരു കാര്യമാണ്. അതായത് ഇതെല്ലാം നടക്കുന്നുണ്ട്, അതിന്റെ കൂടെ നമ്മൾ ഇതും ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. ചില കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടിയേക്കാം, പിന്നെ അതൊരു ചെറിയ കാര്യമല്ല. അബ്യൂസ് നടക്കുന്നുണ്ട്, അതും തൊഴിലിന് വേണ്ടിയിട്ട് അയാൾക്ക് ശരീരം കൊടുത്താലേ നടക്കുകയുള്ളൂ എന്നാണ്. വാതിൽ മുട്ടുക എന്ന് പറയുന്നത് ഇന്ന് ട്രോളാണ്. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന താരസംഘടനയ്ക്കെതിരാണ് വാതിൽ മുട്ടുക എന്ന് പറയുന്ന ട്രോള് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. ഈ അവസ്ഥയിൽ വരെ എത്തുമ്പോൾ മുമ്പ് WCC പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ തന്നെ ഹേമ കമ്മിറ്റി പറയുകയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലില്ല എങ്കിലും ഹേമ കമ്മിറ്റിയെ നമുക്ക് വിശ്വാസത്തിൽ എടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ചേട്ടൻ അഡ്വക്കേറ്റ് ആണ്. എനിക്ക് ഇതിനകത്ത് ഞാൻ ഭയങ്കര രസകരമായിട്ട് കേട്ട സാധനമാണ് രാത്രി വന്ന് വാതിൽ മുട്ടിയെന്ന്. വല്ല വിക്സങ്ങാനും ചോദിക്കാനായിരിക്കും. ഞാനിത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വാതിൽ മുട്ടി ഇതൊരു ഈ മനുഷ്യന് എന്ത് ഇന്റൻഷനിലാണ് വാതിൽ മുട്ടിയെന്ന് അറിയണമെങ്കിൽ വാതിലിനകത്ത് അയാൾ കയറിയതിനു ശേഷം അയാളുടെ ആക്ടിവിറ്റിയിലൂടെ അറിയാൻ പറ്റും. അങ്ങനെ ഒരാൾക്കെതിരെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്റെ റൂമിന്റെ രാത്രിയിൽ വന്ന് വാതിലിൽ മുട്ടി എന്ന് പറയുന്നത് ഇതൊരു തരം മാന്തി പൊളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നാണ്. നമ്മൾ സിനിമയിലെ പലരെയും കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് പീഡനത്തെക്കാട്ടി ഉപരി പലരും ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാത്തവരെ അവസരങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഒരിക്കലും ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവരിപ്പോ ഇത് മുന്നോട്ട് വെക്കുമ്പോൾ ഇത് ആരാണ് എന്താണെന്ന് പറയാത്തടത്തല്ല. ആര് വാതിലിൽ മുട്ടി? ഇപ്പൊ നാളെ നമ്മുടെ മുന്നിലേക്ക് മോഹൻലാൽ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും അതിന് താഴെയുള്ളവരൊക്കെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമോ? സുരേഷ് ഏട്ടനാണോ രാത്രി പോയി വാതിലിൽ മുട്ടിയത്? ലാലേട്ടനാണോ വാതിലിൽ? നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇത് പറയുമ്പോൾ വാതിൽ, ഞാൻ പറഞ്ഞത് ഇതിപ്പോ നമ്മൾ ട്രോളിന്റെ അല്ല, ഞാൻ ഈ ട്രോളിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ചോദ്യം ഇത് കൃത്യമായിട്ട് പറ. ആരാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്? ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്? അമ്മയുണ്ട്, ഫെഫ്കെ ഉണ്ട്, റൈറ്റേഴ്സ് യൂണിയൻ ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ റൈറ്റേഴ്സ് യൂണിയനായിട്ട് ഫെഫ്കയുടെ ആൾക്കാരൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാ. അപ്പൊ അവര് സംസാരിച്ചപ്പോഴും അവരും പറയുന്നത് ഇപ്പൊ റൈറ്റേഴ്സ് യൂണിയനിൽ എത്ര പേർക്ക് വർക്ക് ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ?
അതായത് സിനിമ വളരെ കുറവാണ്. റൈറ്റേഴ്സിനുള്ളിൽ പല റൈറ്റേഴ്സിനും ഈ പ്രമുഖരായിട്ടുള്ള പല സംവിധായകർക്കും നിലവിലെ ആരോപണങ്ങൾ കേട്ടിട്ടുള്ള പലർക്കും ഇന്ന് സിനിമയില്ല. അപ്പൊ ഇത് പരിഹരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ഇവർ ഇന്നലകളിൽ ആരെയൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വെച്ചതാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അല്ല, അത് റിപ്പോർട്ട് അങ്ങനെയല്ലല്ലോ. റിപ്പോർട്ടിൽ സ്ക്രീൻഷോട്ടും പരാതി പറയുന്നതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ വിശ്വാസത്തിൽ എടുത്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇതിനെ ജനറലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യവും പറയുന്നത്, ബാക്കിയുള്ളവരൊക്കെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ നടക്കാറില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാധനത്തിനെ ഇന്നലെ ജഗദീഷ് ചേട്ടൻ എതിർത്ത് സംസാരിച്ചായിരുന്നു. അങ്ങനെയല്ല നമുക്കിപ്പോൾ വേണ്ടത്. ഹേമ കമ്മിറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പുറത്ത് അത് നടക്കുന്നുണ്ടോ, പുറത്ത് നടക്കുന്നില്ലേ, ഇത് മറ്റു മേഖലയിൽ എവിടെയാണ്, തെലുങ്കിൽ എങ്ങനെയാണ്, ഇതൊന്നും നമ്മളെ ചർച്ചാ വിഷയമല്ല. ഹേമ കമ്മിറ്റി മലയാള സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ്. അത് പറയുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം സംവിധായകൻ കൂടിയാണ് അഖിൽ. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അഖിൽ സംസാരിക്കുമ്പോഴും ഉള്ള ഒരു ലാഘവത്വം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത് സാധാരണമല്ലേ? അതായത് ചില ആൾക്കാരൊക്കെ ഇതിനെ ഉദാഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ മേശന്മാര് കല്ല് തൂക്കാൻ വരുന്ന പെൺകുട്ടികളെ ആ തരത്തിൽ ഉപയോഗിക്കില്ലേ എന്നൊക്കെ പറയുന്ന ജനറലൈസേഷൻ. ഇത് ജനറലൈസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഈ റൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല ഇവർ മലയാള സിനിമയിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് വേണ്ടി സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ സംവിധാനമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ക്യാമറയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ രസകരമായ ഒരു സത്യം ഞാൻ പറയും. ഈ WCCയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രമുഖ നായിക തന്നെ ആണ് കാരവാനിലേക്ക് ഒരു പെൺകുട്ടി ടോയ്ലറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ സമ്മതിക്കാത്തത്. ഇവർ തന്നെയാണ് മലയാള സിനിമയിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അടച്ചാക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ളതും ആ രീതി പെരുമാറിയിട്ടുള്ളതും. ഇത് സിനിമയ്ക്കുള്ളിലുള്ള എല്ലാവർക്കും ഈ റിയാലിറ്റീസ് അറിയാം. ഇവർക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടാതെ വന്ന സമയത്ത് ഇത് മറ്റുള്ള എന്തോ ഒരു മാഫിയ ആണ്. ഇത് സത്യത്തിൽ നമ്മൾ പറയുന്നത്, നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ട, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്, മറ്റുള്ള മേഖല, ഇപ്പോൾ മാധ്യമ മേഖല നമ്മൾ എടുക്കാം. എത്രയോ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ സ്ത്രീ പീഡന പരാതികളും പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ചാനലിൽ തന്നെ മീറ്റു ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്നുകയും അത് ഒതുക്കി തീർക്കുകയും അതിൽ വർക്ക് ചെയ്യുന്ന ലേഡിയെ പുറത്താക്കിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ലേഡി ആ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ അവർ മീറ്റു ആരോപണം ഉന്നയിച്ച സമയത്ത് അവരെ അവിടുന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് മലയാള സിനിമയിൽ മാത്രമല്ല സമസ്ത മേഖലയും വരണം. ഇപ്പോൾ ടോയ്ലറ്റിന്റെ പ്രശ്നം പറഞ്ഞു. ഇന്ന് മലയാള സിനിമ സംഭവിക്കുമ്പോൾ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് ടോയ്ലറ്റുകൾ ഉണ്ടോ 100% ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം എത്ര പേര് വന്നു പോകുന്നുണ്ട്. അവിടെ മതിയായ ആനുപാതികമായിട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 50,000-ലധികം ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന സ്ഥലത്ത് ഇത്തരം ടോയ്ലറ്റുകളുണ്ടോ? അല്ലെങ്കിൽ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എടുക്കുക, അവിടെ ടോയ്ലറ്റുകളുണ്ടോ? ഇത് പക്ഷെ അതേസമയം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പഴയ ഈ റിപ്പോർട്ട് ഇന്നലകളിൽ, അതായത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു പക്ഷേ ഈ ക്യാരവാനെ കുറിച്ച് പല ആൾക്കാരും പരിഹസിക്കുമ്പോൾ ആക്ച്വലി ക്യാരവാൻ എന്തിനാ, ഒരു ടോയ്ലറ്റ് അതിലൊരു നായികയ്ക്കോ നായകനോ ഒരു റൂം കൊടുത്താൽ ഇപ്പുറത്ത് പബ്ലിക്കാണ്, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഉപയോഗിക്കാനാണ്. പിന്നെ വീടുകൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പലപ്പോഴും വീടുകളുള്ള പ്രദേശത്തൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പം ഒരു ബയോ ടോയ്ലറ്റുകൾ കൊണ്ടിട്ട് ആരുടെയെങ്കിലും വീടിന് മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കില്ല. നമ്മൾ മലയാള സിനിമ ഷൂട്ട് എടുക്കുന്നത് പലപ്പോഴും ഔട്ട്ഡോറിലാണ്, പുറത്താണ്. മറ്റു ഒരു സെറ്റിൽ 500 പേര് വന്ന് നിൽക്കുക എന്നുണ്ടെങ്കിൽ 500 പേർക്ക് നമുക്ക് ടോയ്ലറ്റ് സൗകര്യം എടുക്കാം. നമുക്ക് അവിടെ, അതായത് 100 ദിവസം ഷൂട്ട് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ പറയാം ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊരു ക്രിയേറ്റീവ് മേഖലയാണ്. ആര് വർക്ക് ചെയ്യണം, ആര് വർക്ക് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ക്രിയേറ്റേഴ്സാണ്. കാരണം അയാളുടെ കഥാപാത്രങ്ങൾ നന്നാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ സിനിമ എടുക്കുമ്പോൾ ചേട്ടാ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ലെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്നെ ഒഴിവാക്കിയാന്ന് പറയാൻ പറ്റത്തില്ല. ഈ ക്രിയേറ്റേഴ്സ് അല്ല ഇത് തീരുമാനിക്കപ്പെടുന്നതെന്നും ഇപ്പോൾ പുറത്ത് പറയുന്ന അഭിപ്രായങ്ങളിൽ ഇപ്പോൾ നന്ദി എഴുതി കാണിച്ചില്ലെങ്കിൽ പോലും ഒരു സിനിമയെ ബാധിക്കും. അത് ആരുടെ പേര് നന്ദി എഴുതി കാണിക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോലും ഇടപെടുന്ന, ഒരു നന്ദി എഴുതി കാണിച്ചില്ലെങ്കിൽ പോലും ആ സിനിമ പുറത്തു വരില്ല എന്ന രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഹിയർ ദ അതർ സൈഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അതായത് നമ്മൾ 2 വശം കേൾക്കണ്ടേ. അപ്പം ഈ 2 വശത്തും ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് മേഖലയാണെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. ഇതിന് വേണ്ടത് ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മിറ്റി വന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ലോയറാണ് ബേസിക്കലി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കണ്ടിടത്തോളം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അതിനെ സംബന്ധിച്ച് ഏത് മേഖലയിലാണെങ്കിലും ഒരാൾക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാനുള്ള ഒരു അവസരം വേണം. ഇത് അവസരപ്പെട്ട ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അത് കേൾക്കാനുള്ള അവസരം വേണം. ആ ടൈം ലിമിറ്റിനുള്ളിൽ അത് കേട്ടില്ലെങ്കിൽ അത് അപ്പീൽ പോകാനുള്ള റൈറ്റ് വേണം. അപ്പം ഈ പരാതിപ്പെടുന്നതോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ, അവരെ നമ്മൾ കേൾക്കണമല്ലോ. അത് കേട്ടതിന് ശേഷം മാത്രമല്ലേ ഇതിലേതാണ് ശരി തെറ്റെന്നുള്ള തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് ഒരു പ്രോസസ്സ് ഉണ്ടാക്കുക. ആ പ്രോസസ്സ് എല്ലാ മേഖലയിലും കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഇപ്പം ഈ മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിക്ക് ആ മേഖലയിലൊരു പ്രോസസ്സ്, എനിക്ക് തോന്നുന്നു എല്ലാ സംഘടനയും ഇപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞു. പരാതികളൊക്കെ കേൾക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എല്ലാ
അസോസിയേഷനും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സുകൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു 80% ആൾക്കാർക്ക് ധൈര്യം വരില്ല. അവിടെ വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഈ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നവരുടെയൊക്കെ പ്രതികരണം ലേസിനെസ് ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഇന്നലെയും അമ്മയുടെ മീറ്റിംഗിൽ പത്രപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നെഗ്ലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. പ്രത്യേകിച്ച് വിക്ടിം ഇത് കാണുന്നുണ്ട്, വിക്ടിംസ് ആണ് ഇത് ഫേസ് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇതിൻ്റെ പുറത്ത് നിന്ന് ഈ കളി കാണുന്നത് പോലെയാണ്, പക്ഷെ വിക്ടിംസിന് അങ്ങനെയല്ല അത് ഫീൽ ചെയ്യുക. അപ്പം നെഗ്ലക്ഷൻ ക്യാമറയിലൂടെ കാണുന്നത് വിക്ടിമിനോട് പറയുന്ന മാതിരിയാണ്. ഇതൊന്നും അല്ല എന്നുള്ള അർത്ഥത്തിൽ സമീപിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് ആദ്യം ഫേസ് ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ ഈ WCCയുടെ രൂപീകരണത്തിന് കാരണമായതും. അങ്ങനെ ഒരു നെഗ്ലക്ഷൻ പല പ്രമുഖ സംഘടനകളിൽ നിന്നുണ്ടാവുമ്പോൾ മറ്റൊരു സംവിധാനം വേണ്ടി വന്നു. അതൊരു കമ്മിറ്റിയായി പരുവപ്പെട്ടു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ആധികാരികത നമ്മൾ നോക്കിയിട്ട് മുൻപോട്ട് പോകാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ജുഡീഷ്യറി ഇടപെട്ടു, ഇതിങ്ങനെയൊക്കെയാണ്, ഇതിനൊരു പ്രോസസ്സ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് ജുഡീഷ്യറി പറഞ്ഞു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ സ്വാതന്ത്ര്യ സമരം നയിച്ച ആൾക്കാർ കുറെ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്തൊരു വിസിൽ ബ്ലോവേഴ്സ് എപ്പോഴും ദേ ഷുഡ് ബി റെഡി ടു ഫേസ് ഇറ്റ്. ബട്ട് ഞാൻ പറയുന്നത് അങ്ങനെ വിസിൽ ബ്ലോ ധൈര്യമായിട്ട് ചെയ്യണം. ചെയ്തു, പക്ഷേ ശരിയാണ്, എല്ലാവരും അത് നാച്ചുറൽ ആണ്. പക്ഷേ അതും കൂടെ നമ്മൾ തയ്യാറായിട്ട് വേണം നമ്മളതിന് ഇറങ്ങിത്തിരിക്കാൻ. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട്, അതൊരു സാഡാണ്, പക്ഷേ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഇത് നമ്മൾ ഇതിനകത്തൊരു പ്രശ്നം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒഴിവാക്കൽ അല്ലെങ്കിൽ ബഹിഷ്കരണം എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല, അത് അടിസ്ഥാനപരമായിട്ട് കയ്യിൽ അധികാരമുള്ളവന്റെ ഒരു ധാർഷ്ട്യത്തിന്റെ ലക്ഷണമാണ്. ഞാൻ വിചാരിച്ചാൽ മറ്റൊരുവനെ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് കാണിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റു മേഖല, ഇപ്പോൾ ഒരു ബിസിനസ് മേഖല എടുത്തു നോക്കുക. ഇപ്പോൾ ഒരു പൈസ മുടക്കി ഒരു വലിയ കാര്യം ചെയ്യുന്ന ഒരാൾ, അയാളുടെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതിയിട്ട് അയാൾക്കെതിരെ ചിലപ്പോൾ പറഞ്ഞാൽ അയാൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നിരിക്കും. ഇപ്പം സിനിമ ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ഈ മേഖലയിലൊക്കെ തന്നെ ഈ അധികാരത്തിൻ്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ, നമ്മളിപ്പം ഭരണകൂടത്തിനെതിരെ നമ്മൾ പറയുന്ന ഇതൊക്കെ തന്നെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഇതിനെല്ലാം ഒഴിവാക്കപ്പെടണം. പക്ഷേ ഇത് പെട്ടെന്ന് നമ്മളാരും ഒരു സംസാരിച്ചാലോ പ്രാക്ടിക്കലി ചിന്തിച്ചാലോ ഒന്നും മാറില്ല. ഇത് മാറേണ്ടതാരാണ്? അധികാരമുള്ളവന് തോന്നേണ്ടതാണ്. ഇതിങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇന്നലകളിലെ പവർ ഗ്രൂപ്പ് ഇന്ന് പവറില്ലാത്ത ഗ്രൂപ്പാണ്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഹിറ്റുകൾ സമ്മാനിച്ച ഉദയകൃഷ്ണ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അദ്ദേഹത്തെ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുന്ന ഒരു റൈറ്ററാക്കി ഇവിടുത്തെ സോഷ്യൽ മീഡിയ മാറ്റിയെടുത്തു. അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിൽ വലിയ പവർ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് സിനിമ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ വലിയ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ പുള്ളി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം ഈ പരിഹാസം കേൾക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാരും, ഞാൻ പറഞ്ഞത് സിനിമയിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, സിനിമ എന്ന് പറയുന്ന വ്യവസായം തന്നെ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്തിടെ ആൻഡോ ചേട്ടൻ എന്നോട് പറഞ്ഞു, 22-23 സിനിമകൾ ഒരു മാസം രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്നും 4-5 സിനിമയായിട്ട് സിനിമ കുറഞ്ഞു. കാരണം ഇവിടുന്ന് റിട്ടേൺ കിട്ടുന്നില്ല. ആരോ ഒരുവൻ എവിടുന്നോ കുറേ പണം സമ്പാദിച്ചുകൊണ്ട് വരുന്നു, സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, റിട്ടേൺ കിട്ടുന്നില്ല. ഇതിൻ്റെ ഒപ്പം ഈ കൂട്ടത്തിൽ പിന്നെ ഈ പറയില്ല, ഈ അവസരം നിഷേധിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദയകൃഷ്ണ കാര്യം പറയുന്ന സമയത്ത് അങ്ങനെ അല്ലാതെ തന്നെ ഇപ്പോൾ സിനിമ അഭിനയിക്കാതെ തന്നെ സിനിമയിൽ താരസംഘടനയോ മറ്റോ നോക്കി നടത്തി നിൽക്കാൻ പറ്റുന്നവരോ ഇല്ലേ? അപ്പൊ അവർക്ക് പവർ ഇല്ലേ? പവർ തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണം ഇടവേള ബാബു ചേട്ടന് ആരോപണം വന്നു. ഇപ്പൊ ഇന്ന് അദ്ദേഹം തലപ്പത്തില്ല. രസകരമായ ഒരു കാര്യം, ഈ ആരോപണം വന്ന സമയത്ത് ആ ആരോപണം ഉന്നയിച്ച ആൾ പറഞ്ഞത് ഞാൻ കേട്ടത്, മലയാള സിനിമ അമ്മ അസോസിയേഷൻ അംഗത്വം എടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് അംഗത്വം കൊടുക്കും എന്ന രീതിയിലാണ് പറഞ്ഞത്. ആക്ച്വലി ഇത് അമ്മയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും എതിരെയുള്ള ഒരു ആക്ഷേപമല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് മാനസികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടുണ്ടാവേക്കാം. അപ്പോൾ അവർ ചെയ്യേണ്ടത്, ആ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഇപ്പം ഹേമ കമ്മീഷൻ വന്നപ്പോൾ അവർക്ക് പറയാനുള്ള ധൈര്യമുണ്ടായി. ഈ ധൈര്യം നിയമപരമായിട്ട് ഒരാൾക്കെതിരെ മൂവിയും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ട് അതിനെ നേരിടുക. അതേസമയം എനിക്കാണ് ആ ബുദ്ധിമുട്ടുണ്ടായതെന്നേ പറയാമോ. എനിക്ക് അമ്മയിൽ അംഗത്വം എടുക്കാൻ വന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ അമ്മയിൽ അംഗത്വം എടുക്കുന്നവരൊക്കെ ഇങ്ങനെയാണ് വന്നെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പ്രശ്നം അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. ഇപ്പം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ മക്കളെ വഴങ്ങി കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെന്ന് പറഞ്ഞു. എത്രയോ നല്ല രീതിയിൽ ഇപ്പം എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നായിക പെൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആദ്യം എന്നെ റിക്വസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അമ്മയാണ്. നാളെ ഒരു സമയത്ത് അതിൻ്റെ അമ്മ ഇത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ? അല്ല, ഇത് കുഴപ്പം, ഇത് ജനറലൈസ് ചെയ്താ പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരും അപമാനിതരാകുകയാണ്. ഇതാരാ പറഞ്ഞത്? ഇപ്പോൾ ഇത് കേവലം ഒരു അഖിൽമാരോ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റോ ഏതെങ്കിലും ഒരു യൂട്യൂബറോ വിളിച്ചു പറഞ്ഞതല്ല. ഇതൊരു ജസ്റ്റിസ്, ഒരു റിട്ടയർഡ് ജസ്റ്റിസ് അവരുടെ അന്വേഷണത്തിൽ നിന്ന് അവർ കണ്ടെത്തിയിട്ട് പറയുന്നത്, അവിടെ ഇവിടെ ഊഹാപോഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇന്നലകളിൽ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മാറ്റർ ഒരു റിപ്പോർട്ടിനകത്ത് എടുത്തു വെച്ച് അവതരിപ്പിക്കുന്നു.
ആർക്കെതിരെയും ഒരു പരാതികളും കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക്, അതായത് ഇൻഡിവിജ്വൽസിന്റെ ഒരു പേരുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നില്ല. ആരെ ഉപദ്രവിച്ചു, ഏത് സെറ്റിൽ ഉപദ്രവിച്ചു, അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കുറെ ഊഹാപോഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു വലിയ വ്യവസായത്തെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ടിനെ കുറിച്ചുള്ള നമുക്ക് കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ആരെയൊക്കെ സംരക്ഷിക്കാനാണ് ഇവർ തീരുമാനിച്ചെങ്കിൽ ഞാൻ പറയാൻ പുറത്തു വിടണം. അങ്ങനെ ആരെയും സംരക്ഷിക്കണ്ട. ഗവൺമെന്റിന് ആരെങ്കിലും ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഗവൺമെന്റിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഗവൺമെന്റിന് അതിനകത്ത് കാര്യങ്ങൾ ഗൗരവകരമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടിക്ക് പോയി കഴിഞ്ഞാൽ നാളെ ഒരാളത് ചെയ്യുമോ? ഞാൻ സെയിം കാര്യം പറഞ്ഞു. ഇപ്പം ഞാൻ മുൻപ് ബിഗ് ബോസിലെ ഓഡീഷനിൽ ചില പെൺകുട്ടികൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പലരും എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്നറിയോ, നാളെയിൽ ഒരു കുട്ടിക്ക് ധൈര്യമായിട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക, ഇത് മാത്രമാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം. അതേ കണക്ക് ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഇനി സിനിമയിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ധൈര്യപൂർവ്വം വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യമാണ് നമ്മൾ പൊതുസമൂഹം ഇവർക്ക് പകർന്നു കൊടുക്കുന്നത്. അതിന് കുറച്ചും കൂടെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ധൈര്യം കുറവുണ്ട്. എവിടെയാണെന്നറിയോ, ഗവൺമെന്റ് ഇത് വീഴ്ത്തി വെച്ചില്ലേ. ഇപ്പം ഗവൺമെന്റ് ഈ പറഞ്ഞ വേട്ടക്കാരെ സംരക്ഷിച്ചു എന്നൊരു തോന്നൽ ഇന്ന് ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി വിചാരിക്കണം, നാളെ ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇതേ കണക്ക് ചെയ്താൽ ഞാൻ അവസാനം ഒറ്റപ്പെട്ട് പോവുകയും ചെയ്യും. ഗവൺമെന്റ് അല്ലാതെ ഇൻഫർമേഷൻ കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. സർക്കാരിന് അതിന് താഴെയാണോ ഇൻഫർമേഷൻ കമ്മീഷൻ? വിവരാവകാശ രേഖ പ്രകാരം രേഖ കിട്ടാനല്ല, ആ രേഖ പ്രകാരം വെട്ടിക്കളഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. വിവരാവകാശ രേഖയിൽ എന്ത് കൊടുക്കണ്ട എന്നുള്ള തീരുമാനം ഇവർ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പേരുകളെല്ലാം ഒഴിവാക്കിയിട്ട് ആ രേഖയെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിന് മുകളിലാണ് ഗവൺമെന്റ്, ഈവൻ ഹേമ കമ്മിറ്റിക്ക് മുകളിലാണ് ഗവൺമെന്റ്. കാര്യം ഇത് ഒരു കമ്മീഷൻ മാത്രമാണ്, അതിന് മുകളിലാണ് ഗവൺമെന്റ്. കമ്മീഷൻ കൊടുത്തേക്കുന്ന റിപ്പോർട്ട് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് പെൺകുട്ടികളുടെ പേരോ സ്ഥലമോ, പണ്ട് നമ്മൾ സൂര്യനെല്ലി പെൺകുട്ടി എന്ന് പറയും, ഇപ്പം സൂര്യനെല്ലിയിലുള്ള ഒരു പെൺകുട്ടി എന്ന് നമുക്കറിയാം, പെൺകുട്ടിയുടെ പേര് നമുക്കറിയത്തില്ലെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയും പറയാൻ പറ്റത്തില്ല. സുപ്രീം കോടതിയുടെ പുതിയത് പ്രകാരം ഒരു കാരണവശാലും ഇത് ഇരയാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പേരോ സ്ഥലമോ സാഹചര്യങ്ങളോ അവരിലേക്ക് എത്തുന്ന ഒന്നും നമ്മൾ പറയണ്ട, നമുക്കൊന്നും പറയണ്ട. പക്ഷെ ആരൊക്കെയാണ് മലയാള സിനിമയിലെ വേട്ടക്കാരെന്നുള്ള കാര്യത്തിൽ ഒരു പുറത്തു വിടണ്ടേ? ഈ ധൈര്യം ഒരു സമയത്ത് പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ ഭാഗത്ത് വന്നേക്കുന്ന ഒരു സാധനം എന്താ പറയുക, നാളെയും പരാതി കൊടുക്കുന്നതിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. സർക്കാർ ശരിയായ നിലപാട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നാലേ, അപ്പോ ഈ ബ്ലൂ ടൈഗേഴ്സ് എന്ന പേരൊക്കെ സെലക്ട് ചെയ്യുന്നത് ബേസിക്കലി ടീമിന്റെ കേസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. ഞാൻ അവിടെ ഈ കോവിഡിന് ശേഷമാണ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് അവിടെ ആണെങ്കിലും എല്ലാ സീസണിലും ഈ കളിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ നമ്മൾ ഭയങ്കര ട്രാവലിംഗ് ആണ്. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്ന കുറെ ബാങ്കുകൾക്ക് ഇപ്പൊ ഏകദേശം 600 ബാങ്കുകളുടെ ഒരു ചെയിൻ തന്നെ ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വേൾഡ് വൈഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ടൈമില്ല. നമ്മൾ ഈ ബാങ്കിന്റെ സിഇഒസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അവിടെ ചെല്ലണം, ഇവർക്ക് എപ്പോഴും നമ്മളെ കാണണം. അപ്പൊ നമ്മൾ എക്സ്റ്റെൻറ്റീവ് ആയിട്ട് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഈ കോവിഡ് വന്നതിന് ശേഷം ഇവർക്കെല്ലാം വീഡിയോ കോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ടൈം കിട്ടി. ഞാൻ ഭയങ്കര സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് എപ്പോഴും നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ നടക്കേണ്ടി വന്നു. കാരണം അവിടെ ചെല്ലുമ്പോൾ ഇതില്ലെങ്കിൽ അവര് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഇത് കിട്ടും. അതെ, പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമ്മൾ, ഞാൻ ബേസിക്കലി വക്കീലാണ്, ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ പിന്നെ ഇവിടെ എറണാകുളം ലോ കോളേജിൽ പഠിച്ചത്, UK പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും നമുക്ക് ലോ ഫേം ഉണ്ട്. അപ്പൊ ഇത് അതിന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് വന്നെങ്കിൽ ഈ കോവിഡ് വന്നതോടുകൂടി നമ്മുടെ ആ ഒരു വർക്ക് കൾച്ചറിന് കുറച്ച് മാറ്റം വന്നു. കുറച്ചുകൂടെ എൻഗേജ് ആയിട്ട് കളിക്കാൻ തുടങ്ങി, ഭയങ്കര ഒരു താല്പര്യം വന്നു. അങ്ങനെയാണ് MS ധോണിനെ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു താല്പര്യം എന്നാണ് അദ്ദേഹത്തെ നമ്മൾ ഓൺ ബോർഡ് ചെയ്തത്, നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട്. അതിനുശേഷം പുള്ളിയായിട്ടും കുറെ 1-2 ഇന്റർവ്യൂസ്, ഒരു ഇന്റർവ്യൂ ചെയ്തു. പിന്നെ കുറെ എന്താ പറയാ, ഇങ്ങനെ ആഡ് ഷൂട്ടിന്റെ സമയത്തും അല്ലാതെ ഒത്തിരി വർഷം മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അത് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മൈൻഡ് ഗെയിമും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആ ഒരു ലെവലിൽ ഒരു നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നമ്മളിങ്ങനെ ഓരോ പോയിന്റ്സ് ഇങ്ങനെ നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു താല്പര്യം ഇതിനോട് വന്നു. പിന്നെ ബേസിൽ തമ്പി UK വന്നപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്ലി അവിടെ എല്ലാ കൗണ്ടിയായിട്ട് കളിക്കാൻ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ജെല്ലായി. അങ്ങനെ 2-3 വർഷമായിട്ട് പുള്ളിയായിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് വരുമ്പോഴും പുള്ളി അങ്ങോട്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും ബോംബെ വന്നപ്പോഴാണ് ഇങ്ങനെ KCയുടെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ ടീം എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാം, കാരണം അത് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇവരെല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഈ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതുകൊണ്ട് ഉള്ള വിവാദത്തിലെല്ലാം പെടുന്നുണ്ട്. ആ സമയത്ത് വലിയ പ്രശ്നമില്ല. അത് അഖിലിന്റെ പണി എന്ന് പറയുന്നത് വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തോ പറയുന്നു അത് വിവാദമാകുന്നു, ഉണ്ടാക്കുകയല്ലോ, ഉണ്ടാവുകയല്ലേ. എന്തായാലും പുള്ളി പറഞ്ഞ കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടീം എടുത്തു. പിന്നെ KC ഒക്കെ വളരെ ഹെൽപ്ഫുൾ, കാരണം ഷോർട്ട് നോട്ടീസിലാണ് വരുന്നത്. ഒത്തിരി ഇനീഷ്യൽ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും KC എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആസ് എ ബിസിനസ് ഇത് നമുക്കൊരു
ഇതല്ല, പക്ഷെ നമ്മളൊരു പാഷൻ കൊണ്ട് ഇതിനകത്ത് വരുന്നു, ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാനാണ് മറുപടി ചോദിക്കാമല്ലോ. അഖിലേഷ് ശരിക്കും BCCയുടെ സപ്പോർട്ട്, KCA നമ്മുടെ കൂടെ നിൽക്കുന്നു. ഒപ്പം ഈ ബേസിൽ തമ്പിയെ പോലൊരു പ്ലെയർ ടിനി യോഹന്നാനൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു ഓൾറൗണ്ടർ കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു താരത്തേക്ക് നമുക്ക് നമ്മുടെ പ്രാദേശിക ക്രിക്കറ്റിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് അഖിൽ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഈ കണ്ടം ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ ഒരു ബേസ് അതൊക്കെ ഉണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് ക്രിക്കറ്റ് കടത്തി വിടുകയല്ലേ. അപ്പൊ ഇതെങ്ങനെയായിരിക്കും നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നതെന്നാണ് അഖിൽ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇത് നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ ഒരു ഭയങ്കര ഷിഫ്റ്റ് വന്നേക്കുന്നത്. ഇപ്പൊ പ്രാദേശിക ക്രിക്കറ്റ് ഇപ്പം സത്യത്തിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. റെക്കോർഡിക്കലായിട്ട് ലൈവായിട്ട് നടക്കുന്ന ഈവൻ ഒരു ടർഫിൽ പോലും നടക്കുന്ന ഒരു മത്സരം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആൾക്കാർക്ക് കാണുന്നുണ്ട്. ചില മികച്ച പ്രകടനങ്ങൾ നമ്മൾ ഈ അടുത്ത സമയത്തൊക്കെ ചില ഇൻസ്റ്റാഗ്രാമിൽ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അസാമാന്യ പ്രകടനങ്ങളിലെ ക്യാച്ചുകൾ, ചില വിക്കറ്റുകൾ. അപ്പൊ ഇത് നമ്മൾക്ക് കാണാൻ കഴിയുന്നതെല്ലാം റെക്കോർഡിക്കലായതുകൊണ്ടാണ്. പണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മളറിയാതെ പോയ സച്ചിനും ധോണിയും കോഹ്ലിമാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവരെ ആരെയും കണ്ടിട്ടില്ല. ഈവൻ നമ്മുടെ കേരളത്തിലുള്ള മികച്ച പ്രതിഭകളുടെ പ്രകടനങ്ങൾ നമ്മളിവരെയൊന്നും കണ്ടിട്ടില്ല. പറഞ്ഞിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, ഇന്ന കളിക്കാറുണ്ട്. ഇവരെ നമ്മൾ കാണുന്നത് ഇന്ത്യൻ ടീമിലെ പ്രകടനത്തിന്റെ ഭാഗമാകുമ്പോഴാണ്. ഇത് യഥാർത്ഥം ഇപ്പൊ ബേസിന്റെ തന്നെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് മുമ്പൊരു ചാനലിലും പറഞ്ഞൊരു സംഭവമാണ്. നമ്മൾക്കിടെ മലയാളികൾക്കിടയിൽ ഒരു സ്പോർട്സ് താരത്തിന് നമ്മളൊരു അക്സെപ്റ്റൻസ് കൊടുക്കുന്നത് പലപ്പോഴും ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തി കഴിയുമ്പോഴാണ്. പക്ഷെ ഇവർ മറന്നു പോകുന്നൊരു കാര്യം, ഇന്റർനാഷണൽ ലെവലിൽ ഒരു പ്ലെയർ ഏറ്റവും മികച്ച പ്രകടനം നടത്തുമ്പോൾ ഇവരാരും എത്ര പേരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് തന്നെ ഇപ്പൊ കളിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം രാജ്യങ്ങളുടെ എണ്ണം ഒരു 100-300 കോടിയെങ്കിലും ഉണ്ടാവും. എന്നുവെച്ചാൽ ഇന്ത്യയിൽ തന്നെ 130 കോടിയുണ്ട്. പാകിസ്ഥാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ വലിയ രാജ്യങ്ങളുണ്ട്. ബംഗ്ലാദേശൊക്കെ നമുക്ക് ക്രിക്കറ്റിൽ ഫോക്കസ്ഡ് ആണല്ലോ. അപ്പൊ ഇതിലാണ് ഇവരെ നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഒരു സഞ്ജു സാംസൺ, ശ്രീശാന്ത്, ഇവര് ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ഈ 300 കോടിയിലെ 10-50 പേരിൽ ഒരാളാണ് ഇവർ. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ബേസിൽ തമ്പി എടുത്താൽ ബേസിൽ ഈ IPL-ന്റെ ഭാഗമാകുന്നു. ആലോചിക്കണം, ഞാനത് അതായത് IPL-ൽ 8 ടീമുണ്ട്, 11 കളിക്കാരുണ്ട്. അതിലൊരു 4 ബൗളേഴ്സ് ആയിരിക്കും ഉള്ളത്. 11x4 44 ബൗളേഴ്സാണ് ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിലുള്ളത്. ഇന്ത്യയിൽ നിന്നും അല്ല, ആക്ച്വലി IPL-ന്റെ സെലക്ഷൻ വേൾഡ് വൈഡ് ആണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സിലെ 44 പേരിൽ ഒരാളായി ഒരു കളി കളിക്കാൻ കഴിഞ്ഞാൽ അതൊരു ചെറിയ അച്ചീവ്മെന്റ് ഒന്നും അല്ലത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവൻ ഇനി ഒരു കളി കളിച്ചു, 10 കളി കളിച്ചു, ഇവൻ ഇന്ത്യയിലെ ബെസ്റ്റ് ബോളർ ആയെങ്കിൽ നമ്മൾ അവനെ അർഹമായ രീതിയിൽ നമ്മൾ അംഗീകാരം കൊടുക്കും. ഇപ്പൊ ഞാൻ നമ്മുടെ ശ്രീജേഷിനെ ഹോക്കി, അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി വീട്ടിൽ കണ്ടിരുന്നു. അപ്പം ഇപ്രാവശ്യവും അദ്ദേഹത്തിന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. പലപ്പോഴും ഞാൻ തന്നെ ഇച്ചിരി ഒരു ആശയവിനിമയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ജയിച്ചു വന്ന സമയത്ത് നമ്മളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലെ ആൾക്കാർ, നാട്ടിൽ വലിയ സ്വീകരണം. ഇവിടെ ഒളിമ്പിക്സ് കിട്ടിയിട്ട് വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇത്തരത്തില് സ്പോർട്സ് ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്നവർക്കോ ഒന്നും തന്നെ അർഹമായ ഒരു അംഗീകാരം പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല. അതൊരു റിയാലിറ്റിയാണ്. നമ്മൾ സിനിമയ്ക്ക് കൊടുക്കുന്നതിന്റെ 10-1 മൂല്യം പോലും ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റുകൾക്ക് കൊടുക്കാറില്ല. അവിടെ ഇനി ഇത് മാറണം. അവിടെയാണ് ഇപ്പൊ ഇതൊരു ഭയങ്കര ഇനിഷ്യേഷൻ ആവാൻ ഞാൻ പറയാൻ കാര്യം. ഇപ്പൊ ഏതൊരു രക്ഷകർത്താക്കൾക്ക് മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ടെൻഷനാണ്. എനിക്ക് ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റർ ആവണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സമ്മതിക്കാൻ പോകുന്നില്ല. അച്ഛനമ്മയെ അടിക്കും. നമുക്കൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് അടിക്കുന്നതിന്റെ പേര് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ഒരു അച്ഛനും അമ്മയ്ക്കും, അല്ലെങ്കിൽ ഈ വർഷം KCL നടന്നു കഴിയുമ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് KCL നിന്നുള്ള ഒരു 10 പേരെ IPL-ലെ 10 ടീമുകൾ അല്ലെങ്കിൽ എടുത്തു എന്ന് പറയുമ്പോഴേ ഇവർക്ക് ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അത്രയും പ്രൊമോട്ട് ചെയ്ത് തന്നെ പറയുന്നത്. ഇത് മത്സരം നിങ്ങൾ കണ്ടു തുടങ്ങൂ, നിങ്ങൾ KCL-ന്റെ ഒരു ടീമിന്റെ ഭാഗമാകാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് 100% നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പറ്റും. ആ വലിയൊരു സാധ്യത തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക കണ്ടം കളി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനത്തിൽ നിന്ദിക്കുന്ന അതേ ഒരു പ്ലെയർ, നമ്മുടെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ, ഇന്നിപ്പോ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ആവും. നമുക്കറിയാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ വൈകിട്ട് എടുത്ത വീഡിയോ ആയിരിക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് 10 മില്യൺ അടിച്ചു. അപ്പോൾ നമ്മുടെ മലപ്പുറത്ത് ഒരു പയ്യൻ ഒരു ഫുട്ബോൾ എടുത്ത് നമ്മളെ അടിച്ച സമയത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടൊരു വീഡിയോ ആയിട്ട് അത് മാറിയില്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ചു, അവന്റെ അപ്പുറത്ത് ഇന്നലെ വരെ സംസാരിച്ചിട്ടിരുന്ന ഒരു കക്ഷിയുടെ മുന്നിൽ പിറ്റേ ദിവസം അവൻ ഒരു സൂപ്പർ സ്റ്റാർ ആയ ലെവലിലേക്ക് വളരുകയാണ്. അത്രയും വലിയൊരു സാധ്യതകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആ സാധ്യതകളെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കളും കുട്ടികളും ശ്രമിച്ചാൽ സ്പോർട്സിന്റെ ഏതൊരു മേഖലകളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വലിയൊരു വാതായനം തുറക്കപ്പെടുകയാണ്. ഈ IPL വരുന്ന സമയത്ത് ഇതിനനുബന്ധ ബിസിനസ്സും കാര്യങ്ങളുമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ആവുന്നത്. കളി ഒരു സൈഡിൽ നടത്തേണ്ടതുണ്ട്, അത് അങ്ങനെ തന്നെ കമേഴ്സ്യലൈസ് ചെയ്താലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു കമേഴ്സ്യലൈസേഷൻ പാർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ പ്രാദേശികമാണെങ്കിൽ ഈ പ്രോഡക്റ്റ് വിറ്റേ പറ്റൂ. അത് നോക്കിയിട്ടായിരിക്കുമല്ലോ ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. എന്തൊക്കെ സാധ്യതകളാണുള്ളത്, അനുബന്ധമായിട്ട് എന്തൊക്കെ വളരാൻ സാധ്യതയുണ്ട്? ഇതില് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. അതായത് ഇവരൊക്കെ പണ്ടും ഇപ്പോഴും, അതായത് ഈ KCL ഇപ്പൊ അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ പ്രാദേശിക ടൂർണമെന്റുകൾ KCL നടത്തുന്നുണ്ടായിരുന്നു. ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇതിനൊരു വിസിബിലിറ്റി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനൊരു മാർക്കറ്റിംഗ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ പറഞ്ഞ
KCA ഇങ്ങനെ ഒരു തമിഴ്നാട് പ്രീമിയർ ലീഗ് പോലെ ഇതുപോലൊരു ലീഗ് തുടങ്ങുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടെ എന്താ പറയാ സ്റ്റാർ സ്പോർട്സിൽ വരികയും എല്ലാവരും കാണാൻ തുടങ്ങുകയും പുതിയ പുതിയ സ്റ്റാർസുകൾ നമുക്കിപ്പോ കുറച്ച് പേരുകൾ ഇപ്പൊ പറയുമ്പോൾ പോലും നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അത് ഇവരാരും കളിക്കാത്തതുകൊണ്ടല്ല, ഇവരൊക്കെ നന്നായിട്ട് കളിക്കുന്നവരുണ്ടാവും ഉണ്ട്. പക്ഷെ എന്താ നമ്മൾ അവരെ അറിയാത്തത് ഇതിന് ഒരു പ്രൊമോഷൻ ഇല്ല, അതുപോലെ തന്നെ ഇത് എവിടെയും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അറിയപ്പെടാറ് എന്ന് പറഞ്ഞ പോലെ തന്നെ വൺസ് ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതിനോടനുബന്ധമായിട്ടുള്ള ഒത്തിരി ബിസിനസ്സുകൾ വളരും. ഇപ്പൊ ഈ വർഷം എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി നഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഏകദേശം 3 കോടി ഈ വർഷത്തെ ഫീസ് തന്നെ, പിന്നെ അടുത്ത വർഷത്തെ ഫീസിനുള്ള ഇത് ഇപ്പോഴേ നമ്മള് ബാങ്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ 1.5 കോടി നമുക്ക് ഇപ്പൊ ടീമിന് വേണ്ടി നമ്മൾ നടത്താൻ വേണ്ടി ചെലവാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഫസ്റ്റ് ഇയർ തന്നെ എല്ലാ സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല. കാരണം ഒന്നാമത് ഈ ഷോർട്ട് നോട്ടീസ് ആണ്, നമുക്ക് വെറും ഒരാഴ്ച പോലും ടൈമില്ല എല്ലാം ഫൈനൽ റൂൾസ് എല്ലാം കിട്ടുന്ന സമയത്ത്. അപ്പൊ ഈ വർഷം എന്തായാലും നമുക്ക് നഷ്ടത്തിൽ നമ്മൾ പോകും. പിന്നെ നമ്മൾക്ക് ഇതിന്റെ അതൊരു പാഷൻ കൊണ്ട് വരുന്നവരാണ്, അല്ലാണ്ട് ഇതിന്റെ അതൊരു ഹ്യൂജ് പ്രോഫിറ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്പോൺസർഷിപ്പ് വരും, കുറച്ചുകൂടെ വിസിബിലിറ്റി വരും, ഇതിന്റെ ബ്രാൻഡ് വാല്യുവേഷൻ കൂടും. അങ്ങനെയുള്ള ഒരു ലോങ് ടേം കൊമേഴ്ഷ്യൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒത്തിരി ബിസിനസ്സുകൾ ഇതിലും പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മളെയൊക്കെ പണ്ട് മാതാപിതാക്കള് ചിലപ്പോൾ കളിക്കാൻ സമ്മതിക്കാത്തതിന്റെ ആ ഒരു വിഷമമായിരിക്കും നമ്മളെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് തീർക്കുന്നത്. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ബാക്കിയുള്ള ടീമുകൾ ഇപ്പം ബ്ലൂ സ്റ്റാർ അല്ലാതെ ട്രിവാൻഡ്രം സിറ്റി പോലുള്ള ബ്ലൂ ടൈഗേഴ്സ്, ട്രിവാൻഡ്രം സിറ്റി, ബാക്കി ടീംസിന്റെ വിവരങ്ങൾ പറയുമോ? അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല. ഇത് KCA ഇപ്പൊ 6 ടീമുകളാണ് കേരളം മൊത്തം എടുത്തിരിക്കുന്നത്, 6 ഫ്രാഞ്ചൈസികൾ. അതിൽ ഒന്ന് ട്രിവാൻഡ്രം ആണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ പ്രിയദർശൻ സാറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൊല്ലമുണ്ട്, ആലപ്പുഴ, കൊച്ചി, തൃശ്ശൂര്, കാലിക്കറ്റ്, അങ്ങനെ 6 ടീം. അപ്പൊ ഇത് നമ്മൾ ബിഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പ് ബെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്യാപ്പ് ഉണ്ടായിരുന്നു. 2.5 കോടിയാണ് മാക്സിമം ബിഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ 4 ടീമുകൾ ബിഡ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ടീമിന് 4 വന്നു കഴിയുമ്പോൾ അതിൽ അസറ്റ് വാല്യൂ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് വരുന്ന ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടും. നമുക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടുക. അപ്പൊ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഈ 6 അല്ല, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ കൊച്ചി എന്ന് പറയുന്നത് ഞാൻ ബേസിക്കലി ഇവിടെ എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചത്. ഇവിടെ ഹൈക്കോർട്ടിലാണ് ആദ്യം പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷമാണ് UK പോയത്. അവിടെ ഇപ്പോൾ ലോയറാണ്. പക്ഷെ അതിനും ഹൈലി കണക്റ്റഡ് ടു കൊച്ചിയാണ്. എന്റെ വൈഫ് ഹൗസും ഇവിടെ കൊച്ചിയിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെ കടവന്തരയാണ്. അതുകൊണ്ട് കൊച്ചി എന്നുള്ള ഒരു ഫസ്റ്റ് ചോയ്സ് തന്നെ, ഒരു സെക്കൻഡ് തോട്ട് അതിന് ഉണ്ടായിട്ടില്ല. കാരണം നാച്ചുറലി നമ്മൾ കണക്റ്റഡ് ആണ്, നമ്മൾ അവിടെയാണ്. അങ്ങനെയാണ് നമ്മൾ കൊച്ചി ചൂസ് ചെയ്ത് വരുന്നത്. എല്ലാ മത്സരങ്ങളും തിരുവനന്തപുരം ഗ്രീൻഫീൽഡിലാണ് നടക്കുന്നത്. ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡിലാണ്. അടുത്ത വർഷം തൊട്ട് KCA ഇവിടെയുള്ള ഗ്രൗണ്ടുകളിൽ നൈറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ ഗെയിംസ് വെക്കാൻ പറ്റാത്തത്. അപ്പൊ ഹോം അവേ എന്നുള്ള ഫോർമാറ്റിലോട്ട് അടുത്ത വർഷം മാറും എന്നുള്ളതാണ് KCA പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നോക്കണം. എങ്കിലും നമ്മളൊക്കെ ഇതിനൊരു ലോങ് ടേം വിഷനിലാണ് നമ്മളിത് പ്രവർത്തി, ഒരു 10 years എന്നുള്ള ഇതിലാണ്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ 3 എയർപോർട്ടുകൾ കേരളത്തിലുണ്ട്. എന്നാ എത്ര സ്റ്റേഡിയം ഉണ്ട്? എല്ലാ ജില്ലയിലും ഒരു സ്റ്റേഡിയം വരണം. കാരണം വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഫോക്കസും ആണ് കാണിക്കുന്നത്. 3 എയർപോർട്ട് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരെയും സ്കിൽ ഉണ്ടാക്കി പുറത്തോട്ട് പറഞ്ഞു പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. തെറ്റല്ല, എങ്കിലും ഞാൻ പറയാണ്. എൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷുകാരനെ ഞങ്ങളൊരു മന്ത്രിയുടെ ഒരു കാര്യത്തിന് കാണാൻ പോയപ്പം ഇങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ സ്കില്ല് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യും, അവർ പുറത്തു പോകുന്നു. അപ്പൊ പുള്ളിക്ക് ഞെട്ടിപ്പോയി. അതായത് ഇവിടുന്ന് ഇത്രയും നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ച് ഈ സമൂഹം ഇത്രയും പൈസ മുടക്കി ആൾക്കാരെ ഇതാക്കിയിട്ട് സ്കില്ല് ബ്രെയിൻ ട്രെയിൻ ആണല്ലോ സംഭവിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒത്തിരി ഈ ക്രിക്കറ്റ് കളിക്കാരുടെ സ്കിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഇനി പയ്യെ ഈ പറഞ്ഞ ഫ്രാഞ്ചൈസികൾ വരുന്നതോടുകൂടി, ജനങ്ങൾ ഇതിനൊരു സപ്പോർട്ട് തരുന്നതോടുകൂടി പയ്യെ ഗ്രാജുവലി ഇതെല്ലാം വളരും. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടുത്തെ ക്ലബ്സ്, സ്കൂൾസ് ഇവരുമായിട്ട് എല്ലാം ടൈപ്പിൽ നെക്സ്റ്റ് ജനറേഷൻ പ്ലെയേഴ്സിനെ നമ്മൾ ഗ്രാജുവലി ഇപ്പൊ IPL സംഭവിക്കുന്ന പോലെ തന്നെ അവർ നെക്സ്റ്റ് ജനറേഷൻ പ്ലെയേഴ്സിനെ കെട്ടിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് പിന്നെ അവർ IPL വന്നു, IPL നിന്ന് പിന്നെ ഇന്ത്യൻ ടീമിൽ വന്നു. അങ്ങനെ ഒരു നാച്ചുറൽ ടാലന്റ് നർച്ചറിങ് കൂടെ നടക്കും. ഈ ക്രിക്കറ്റിനെ സംബന്ധിച്ചാവുമ്പോ താര ക്രിക്കറ്റ് 4 എയർപോർട്ടുണ്ട്. കണ്ണൂരും കരിപ്പൂരും. അതെ, കണ്ണൂരും കരിപ്പൂരും അടുത്തടുത്ത് കിടക്കുന്നത് നമ്മൾ വിട്ടു വന്നതാ. ക്രിക്കറ്റ് ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ഈ
സാധനം KCA ഇത് എടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഇതൊക്കെ സംസാരിക്കുന്നത്. അന്ന് ഈ വിവാദങ്ങളും ഇല്ല, പുള്ളി ഒരു പ്രശ്നത്തിലും പെട്ടിട്ടുമില്ല. ഇത് അംബാസഡർ ആക്കേണ്ടി ഇപ്പഴാ കൂടുതൽ ഇപ്പഴാ യഥാർത്ഥ പ്രൊമോഷൻ ഇപ്പോഴാണ് കമ്മീഷൻ ഞാൻ ദുരിതാശ്വാസ അല്ല, പക്ഷെ നമ്മളിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഹിയറിംഗ്, അതായത് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറും കാര്യങ്ങളും അല്ല. ഇതിപ്പം ഇതിൽ മാത്രമല്ല, ക്രിക്കറ്റിലും ഈ ടൈപ്പ് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു കംപ്ലൈൻറ്റ് സ്പോർട്സിൽ ഇന്ത്യ തന്നെ ഫേസ് ചെയ്തിട്ടുള്ള എത്രയോ സിനിമകൾ വന്നിരിക്കും. അപ്പം ഒരു പ്രോപ്പർ കംപ്ലൈൻറ്റിങ് പ്രൊസീജിയർ ഉണ്ടാവുക, അത് എല്ലാവർക്കും കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ധൈര്യം അതുണ്ടാവുന്ന എപ്പോഴാണ് ആ കംപ്ലൈൻറ്റ് കേൾക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് പറയുമ്പോഴാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പം ഒരു ഫോർമൽ കംപ്ലൈൻ്റ് ഇല്ലാതെ ഒരാളുടെ പേര് പറയുന്നതും ശരിയല്ല. അത് വെറുതെ ഒരു ആരോപണം പറയാം, അതൊരിക്കലും ഒരു ജുഡീഷ്യറിക്ക് പറയാൻ പറ്റത്തില്ല. അതിപ്പം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ആണെങ്കിലും ഒരു ഫോർമൽ കംപ്ലൈൻറ്റ് ഇനി ധൈര്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. എല്ലാ ക്രൈമും ഇസ് എ ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. ആ ഒരു ആംഗിളിലും പല രീതിയിൽ സുഖമോട്ടോ ഒക്കെ ആയിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങളാണ്. അതെ, അത് എല്ലാ മേഖലയിലും ഇതൊക്കെ കോടതിയുടെ മുമ്പിലുള്ള വിഷയമാണ്, കോടതി തീരുമാനിക്കുന്നത്. ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അസറുദ്ദീനും ധോണിയും ഒക്കെ നമ്മുടെ ആൾക്കാരായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വപ്നം കാണാത്ത ഒരു കാര്യം കൂടിയാണ്. അതിനെ പറ്റിയിട്ടും കൂടെ പറയും, ടീമിനെ പറ്റിയിട്ട് മുഴുവനായിട്ട്. ടീം നമ്മളിപ്പം എല്ലാ ടീമും ഒരു അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ടീംസാണ്. എങ്കിലും കമ്പാരിറ്റീവ് ആയിട്ട് നമ്മുടെ ടീമിൽ കുറച്ച് ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. പിന്നെ ബേസിൽ തമ്പി എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്, IPL കളിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പം നമ്മുടെ കോച്ചാണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കപ്പ് ജയിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിപ്പം പ്രൊസീഡ് ചെയ്യുന്നത്. അതെ അതെ, പഠിപ്പിക്കണം. അല്ല, ബാക്കിയുള്ള ടീമിനെ കൂടെ വിലയിരുത്തണ്ടല്ലേ? കൊച്ചി നമ്മൾ കപ്പടിക്കുമെന്നൊക്കെ പറയുമ്പോഴും ബാക്കിയുള്ള ടീമിനെ വിലയിരുത്തണ്ടേ? അതും കൂടെ ഒന്ന് വിലയിരുത്തി പറയൂ അവരുടെ ടീം മെമ്പേഴ്സും. നമ്മളിപ്പോൾ ഒരു ടീമിനെ അങ്ങനെ കുറച്ച് കാണുന്നില്ല, എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീമിൽ കുറേ ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോളിംഗ് ഭയങ്കര സ്ട്രോങ് ആണ്, പിന്നെ നമ്മുടെ മിഡിൽ ഓർഡറും സ്ട്രോങ് ആണ്, ഓപ്പണിങ്ങും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ടീമുള്ള ഒരു ബാലൻസ്ഡ് ടീമാണ്. ചില ടീമിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ബാറ്റിംഗ് സ്ട്രോങ് ആണെങ്കിലും ബോളിംഗ് വീക്കാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത് ശരിയല്ലോ, കാരണം ഓരോ പ്ലേയേഴ്സിന് ഇൻഡിവിജ്വലി അതും പ്രത്യേകിച്ച് അവർ ഫസ്റ്റ് കളി കളിക്കാൻ പോകുക, അതിന് മുമ്പ് ഞാൻ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇത് എന്നെക്കാളും എത്രയോ എക്സ്പീരിയൻസ് ഉള്ള കോച്ചസും എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ നേരിട്ട് കളി കാണാൻ പോവാം, നമുക്ക് അങ്ങനെ വിലയിരുത്താം. അപ്പോൾ ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റിൽ നമ്മൾ വൺ ഓഫ് ദ ടോപ്പ് ടീംസാണ്. അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റില്ല. എല്ലാം നല്ല ദിവസം എല്ലാം നല്ല നീലക്കടവുകളാണ്. അപ്പം അതുകൊണ്ട് അത് ആ ഒരു രീതിയിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവർക്കെല്ലാം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബേസിൽ തമ്പി, സഞ്ജു സാംസൺ ഇങ്ങനെയുള്ള കുറച്ച് പ്ലേയേഴ്സാണ് നാഷണൽ ലെവലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിന് ഇപ്പോഴും അവർ തൊട്ടടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ അടുത്ത IPL ആയി അങ്ങനെ കാര്യങ്ങൾ വരുവാണ്. അപ്പോൾ അതിലേക്ക് അവർക്ക് അവരെല്ലാം വിസിബിലിറ്റി കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളിത് കാണുകയും നമ്മളിത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ഇമീഡിയറ്റ് ആയിട്ട് കയറാൻ പറ്റുന്നത്. അപ്പോൾ അവർ കയറുമ്പോൾ അതിന് പുറകിൽ ഇപ്പോൾ ഈ കളിയിലൂടെ ഒരു 10-20 പുതിയ താരങ്ങളുണ്ടായിരുന്നു, ഇവർക്ക് വിസിബിലിറ്റി കിട്ടുവാണ് സ്റ്റാർ സ്പോർട്സ് വഴി. അപ്പോൾ അങ്ങനെ ഒരു വിസിബിലിറ്റി അവർക്ക് കിട്ടാനും അവരെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ മലയാളികൾക്കൊരു അവസരമാണ്. അതാണ് ഞാനിതിൽ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു പേഴ്സണൽ എന്ന് പറയുന്നത്, ഞങ്ങൾ MS ധോണി ഇപ്പം നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. നമുക്ക് ഓൾറെഡി ബോംബെയിൽ വെച്ച് നമ്മളൊരു ഇവൻറ്റ് ചെയ്തിരുന്നു. ഈ വർഷവും നമുക്ക് ഇവൻറ്റ് ചെയ്യാൻ നമ്മുടെ കോൺട്രാക്റ്റിൽ അദ്ദേഹം ഒരു ഇവൻറ്റ് വരാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അത് ബോംബെയിൽ വെച്ചാണ് ചെയ്യുന്നത്, കാരണം നമ്മുടെ കൂടുതലും കോർപ്പറേറ്റ്സും നമ്മുടെ B2B ബിസിനസ് എല്ലാം ബോംബെ ബേസ്ഡാണ്. പക്ഷെ അത് കേരളത്തിലേക്ക് ആക്കിയാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഒബ്വിയസ്ലി ഞങ്ങളുടെ ഇംഗ്ലീഷുകാർ ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലാതെ ഇന്ത്യയിലും ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അംഗീകരിക്കണം അത് കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ. പിന്നെ ധോണി അവരുടെ ടീം ഇത് സമ്മതിക്കണം. അപ്പോൾ ഇവിടെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഒരു സപ്പോർട്ട് വരുവാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു വാലിഡിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്താലും നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞങ്ങൾ എല്ലാ ടീമിനെയും സപ്പോർട്ട് ചെയ്തിരിക്കും. ഈ 6 ടീമുകളുടെ കളി നമ്മുടെ കാര്യം മാത്രം, മീഡിയയുടെ കാര്യം മാത്രമല്ല, എല്ലാ ജനങ്ങളോടും കൂടെ പറയുന്നത്. ഈ കളി എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? എത്ര മത്സരങ്ങളാണ്? ഒരു ടീമിന് ഹോം അവേ ഫോർമാറ്റ് ആണ്. ട്രിവാൻഡ്രത്താണ് കളി നടക്കുന്നതെങ്കിലും ഒരു ടീമിന് 2 കളിയാണ്. അങ്ങനെ 10 കളിയാണ് ഒരു ടീമിന്. ലീഗ് റൗണ്ട്, പിന്നെ സെമി ഫൈനൽസ് 18-ാം തീയതി, 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 18-ാം തീയതി
തീരുന്ന രീതിയിലാണ്. അപ്പോൾ ഫൈനൽ കളിക്കുമ്പോൾ ഒരു സൈഡിൽ ബ്ലൂ ടൈഗേഴ്സ് ഉണ്ടാവും, വിന്നിംഗ് സൈഡിലുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് അവിടെ എത്തണം. പിന്നെ നമ്മുടെ നീലക്കടവുകൾ ഓൾറെഡി ട്രിവാൻഡ്രം ഓബൈ താമര അല്ലെ, ഓബൈ താമരയിൽ അവരവിടെ ഇപ്പൊ എത്തിക്കഴിഞ്ഞു. നമ്മള് 5 സ്റ്റാർ ഫെസിലിറ്റി റൂമിൽ താന്നതാണ് നമ്മൾ അവിടെ അവർക്ക് സ്റ്റേ കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ അതിന്റെ അത്രയും ഒരു വലിപ്പവും നമ്മൾ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്നാണ്, അക്കോമഡേഷൻസിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും. അപ്പൊ അതായത് ഞങ്ങൾ വലിയൊരു പ്രൊഫൈലിലേക്ക് എത്തിയെന്ന് അവർക്ക് തോന്നണം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടനത്തിലും റിഫ്ലക്ട് ചെയ്യണം. അതായത് നാളെയും ഇവിടെ വരാൻ കഴിയണം. ഇത് കണ്ടെങ്കിലല്ലേ ഇപ്പം നമ്മളിപ്പം ഈയിടെ സമയത്ത് വെസ്റ്റ് ഇൻഡീസ് ടീമുകളാന്ന് തോന്നുന്നു ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മറ്റേ ട്രക്കിൽ വന്നിട്ട് ഇറങ്ങുന്ന ഒരു സംഭവം കണ്ടു. അതായത് ഒരു രാജ്യത്തിന്റെ പ്ലേയേഴ്സ് വന്ന് ഇറങ്ങുകയാണ് ഇതിലായിട്ടിട്ട്. അവിടെ നമ്മുടെ കൊച്ചി കേരളത്തിൽ നടക്കുന്ന ഒരു ലീഗിൽ നമ്മളവിടെ നമ്മുടെ പ്ലേയേഴ്സിന് പൈസ ഫെസിലിറ്റി താമസം അതിനുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. വരും തലമുറ കുട്ടികൾ, പുതിയ കുട്ടികൾ ഇത് കാണുമ്പോൾ അവർക്ക് തോന്നണം ഞങ്ങൾക്ക് അവിടേക്ക് എത്തണമെങ്കിൽ നമ്മുടെ പ്രകടനം ഇവിടെ നിലനിൽക്കാൻ പറ്റുമെങ്കിൽ പ്രകടനം മാത്രമേ പറ്റൂ. അല്ല, നമ്മൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഒന്ന്, ഇനി പാരൻസ് ആണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യണമെങ്കിലും ഓക്കെ ഇതുപോലെയുള്ള ഫെസിലിറ്റീസിലാണ്, ഇതുപോലെയുള്ള വിസിബിലിറ്റിയാണ് പിള്ളേർക്ക് കിട്ടുന്നത് എന്ന് കാണുമ്പോഴും, അതുപോലെ തന്നെ അവർക്ക് IPL ചെന്നാലും ഇതേ 5 സ്റ്റാർ ഫെസിലിറ്റീസിലാണ് അവരെല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് ഒരു ആഗ്രഹം വരണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പോകണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന പേര് എങ്ങനെ ചൂസ് ചെയ്തെന്ന് കൂടെ പറയാം. അതെ, ഞാൻ 1-2 ഇന്റർവ്യൂവിൽ പറഞ്ഞു. എങ്കിലും ഒബ്വിയസ്ലി എല്ലാവരും മറ്റേ സിനിമ പറഞ്ഞു എല്ലാരും അറിയണം, എല്ലാരും കേൾക്കണം അല്ലെ. നീലക്കടുവകളെ കുറിച്ച് പറയും. നമ്മള് ടൈഗർ എന്നുള്ളത് നമ്മുടെ ഒരു സ്കോട്ടിഷ് ഡയറക്ടർ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു പേരിടണം എന്ന് ഒരു സജഷൻ പറഞ്ഞപ്പോ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യൻ ടൈഗേഴ്സ് അല്ലെ, ബംഗാൾ ടൈഗേഴ്സ് എന്നുള്ള ഒരു ഇന്ത്യൻ നാഷണൽ. അപ്പൊ ഒബ്വിയസ്ലി ടൈഗർ എന്നുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്. അപ്പൊ ഇങ്ങനെ ഞങ്ങള് ബ്രാൻഡിങ്ങും എല്ലാരും ആലോചിച്ചു. ബംഗാൾ കടുവകളുമായിട്ട് ബന്ധമില്ല, അതിവിടെ ഉണ്ടല്ലോ വലയം പുലി. അപ്പം കടുവ ഒരു ഒബിയസ്ലി ആ സ്പിരിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, സ്പോർട്ടിംഗ് ഫൈറ്റിംഗ് സ്പിരിറ്റ്. പിന്നെ കൊച്ചി എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് അറേബ്യൻ സീ ആണ്. അപ്പൊ ആ ഒരു നീല, പിന്നെ മെൻ ഇൻ ബ്ലൂ ആണ് നമ്മുടെ ഇന്ത്യൻ ടീം അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു നീല, പിന്നെ ട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഫഷണലിസം, ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ബ്ലൂ കളറാണ്. അങ്ങനെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്നുള്ള പേരിലേക്ക് നമ്മൾ എത്തിയത്. എന്തായാലും ഇത് ഫൈനൽ വരെ കേൾക്കട്ടെ എന്നാണ് എനിക്കിപ്പോ പറയാൻ പറ്റുക. വിജയിക്കട്ടെ എന്ന് ആശംസിക്കാൻ കഴിയട്ടെ. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു അഖിൽ, പ്രതികരിച്ചതിന്.